നമസ്കാരം സുഹൃത്തുക്കളെ, 10th മെയിൻസ് ഡേ 28 എക്സാം ആണേ. 15 ചോദ്യങ്ങളാണ് ഉള്ളത്. വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളായിരുന്നേ പഠിക്കാൻ തന്നെ. അപ്പൊ എന്തായാലും ടെസ്റ്റിലേക്ക് പോവാം. ഓരോ ക്വസ്റ്റ്യനും ശ്രദ്ധിച്ച് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാം. ടെൻത്ത് മെയിൻസ് ഡേ 28 എക്സാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്ന ഭൂരൂപങ്ങളെ നദീമാർഗത്തിലെ ഉപരിഘട്ടം, മധ്യഘട്ടം, കീഴ്ഘട്ടം എന്നീ അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തിയാൽ മധ്യഘട്ടത്തിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഇവിടെ 4 ഭൂരൂപങ്ങളാണ് തന്നിട്ടുള്ളത്. മിയാൻഡറുകൾ, പ്രളയ സമതലങ്ങൾ, ഡെൽറ്റ, ഓക്സ്ബോ തടാകങ്ങൾ. ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതാം. 2. ചുവടെ തന്നിരിക്കുന്നതിൽ കാറ്റിന്റെ അപരദന പ്രവർത്തനം മൂലമുണ്ടാകുന്ന ഭൂരൂപം ഏതാണെന്ന് കണ്ടെത്തുക. കൂൺശിലകൾ, ഡെൽറ്റ, സ്തംഭങ്ങൾ ഇവയെല്ലാം. 3. ചുവടെ തന്നിരിക്കുന്നതിൽ ഹിമാനികളുടെ പ്രവർത്തന ഫലമായി രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? സിർക്കുകൾ, മൊറൈനുകൾ, യൂരൂപ ഹിമ താഴ്വരകൾ, ബർക്കനുകൾ. 4. താഴെ പറയുന്നവയിൽ തിരമാലകളുടെ നിക്ഷേപണ ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപം ഏത്? കടൽത്തീര ക്ലിഫുകൾ, ബീച്ചുകൾ, കൂൺശിലകൾ, സ്തംഭങ്ങൾ. 5. ചുവടെ തന്നിരിക്കുന്നതിൽ നിക്ഷേപണ ഭൂരൂപം അല്ലാത്തത് ഏത്? ബർക്കനുകൾ, ഡെൽറ്റ, പ്രളയ സമതലങ്ങൾ, കൂൺശിലകൾ. 6. ശക്തമായ കാറ്റ് മരുഭൂമിയിലെ വരണ്ട മണൽമണ്ണിനെ ഇളക്കി മാറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരെന്ത്? അഗ്രഡേഷൻ, ഡീഗ്രഡേഷൻ, ഡിഫ്ലേഷൻ, ഡിഫ്യൂഷൻ. 7. ഉചിതമായ പദം കണ്ടെത്തി ജോഡി പൂർത്തിയാക്കുക. ബൾബ് പ്രകാശഫലം, സുരക്ഷാ ഫ്യൂസ് ഡാഷ്. ഇതാ കണ്ടുപിടിക്കാനുള്ള. വൈദ്യുത ഫലം, താപഫലം, പ്രകാശഫലം, ശബ്ദഫലം. 8. ഗൃഹവൈദ്യുതീകരണ സർക്യൂട്ടിൽ ലഭ്യമാകുന്നത് 240 വോൾട്ട് ആണ്. ഇലക്ട്രിക് ഇസ്തിരിപ്പെട്ടി പ്ലഗിൽ ബന്ധിപ്പിച്ചപ്പോൾ 2 ആംപിയർ വൈദ്യുതി പ്രവഹിക്കുന്നു എങ്കിൽ ഹീറ്റിംഗ് കോയിലിന്റെ പ്രതിരോധം കണ്ടെത്തുക. 6 കണ്ടെത്താനുള്ളത്. 9. LED ബൾബിൽ ഡിഫ്യൂസർ കപ്പ് ഉപയോഗിക്കുന്നത് എന്തിന്? താപം ആഗിരണം ചെയ്യുന്നതിനുള്ള സംവിധാനം. LEDകൾ ഉറപ്പിച്ചിരിക്കുന്നു. AC വൈദ്യുതിയെ DC ആക്കി മാറ്റി അനുയോജ്യമായ വോൾട്ടേജ് നൽകുന്നു. പ്രകാശം പുറത്തു വരുന്ന ഭാഗം. 10. 440 വാട്ട് പവർ ഉള്ള ഒരു ഉപകരണം 230 വോൾട്ട് സപ്ലൈയിൽ പ്രവർത്തിക്കുന്നു. ഈ സർക്യൂട്ടിൽ ഉപയോഗിക്കേണ്ട ഫ്യൂസിന്റെ ആംബിയറേജ് താഴെ തന്നിരിക്കുന്നതിൽ നിന്നും കണ്ടെത്തുക. 1 ആംബിയർ, 2 ആംബിയർ, 4 ആംബിയർ, 8 ആംബിയർ. 11. ചുവടെ തന്നിരിക്കുന്നതിൽ സുന്ദരമായ എന്നർത്ഥം വരുന്ന പദം ഏത്? ചിതം, ചാരു, വശ്യം, ദിവ്യം. 12. ചുവടെ പറയുന്നവയിൽ ജി ശങ്കരപ്പിള്ളയുമായി ബന്ധമില്ലാത്തത് ഏതാണെന്ന് കണ്ടെത്തുക. വിലങ്ങും വീണയും, പൂജാമുറി, ഭരതവാക്യം, വേനലിൽ ഒരു പുഴ. 13. 2021 ലോറസ് പുരസ്കാരത്തിന് പുരുഷ വിഭാഗത്തിൽ അർഹനായത് ആര്? റോജർ ഫെഡറർ, ലയണൽ മെസ്സി, റാഫേൽ നദാൽ, റൊണാൾഡോ. ഇനി കഴിഞ്ഞ ദിവസം UP സ്കൂൾ ടീച്ചർ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ ചെയ്യാൻ തന്നെ, അതിൽ നിന്നുള്ള 2 ചോദ്യങ്ങൾ ഇട്ടിട്ടുണ്ട്. 14. പഴശ്ശിരാജയെ കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ആദ്യത്തെ പ്രസ്താവന കോട്ടയം രാജ്യത്തിന്റെ രാജകുമാരനായിരുന്നു. രണ്ടാമത്തേത് 17ാം നൂറ്റാണ്ടിലെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കും ശക്തമായി ചെറുത്തുനിൽപ്പ് നയിച്ചു, കമ്പനിക്കുമെതിരെ. മൂന്നാമത്തേത് കേരള സിംഹം എന്നറിയപ്പെടുന്നു. 4. പഴശ്ശിരാജ ആരംഭിച്ച യുദ്ധമുറ ബ്രിട്ടീഷ് സൈന്യത്തിന് വൻ നാശനഷ്ടങ്ങൾ വരുത്തി. 15.
ഇന്ത്യ ബേസ്ഡ് ന്യൂട്രിനോ ഒബ്സർവേറ്ററി INOയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത് എവിടെയാണ്? മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, ഒഡീഷ. അപ്പൊ ഇത്രയായിരുന്നു 15 ചോദ്യം. ഇനി ആൻസേഴ്സ് നോക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്ന ഭൂരൂപങ്ങളെ നദീമാർഗത്തിലെ ഉപരിഘട്ടം, മധ്യഘട്ടം, കീഴ്ഘട്ടം എന്നീ അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തിയാൽ മധ്യഘട്ടത്തിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാമാണ്? മിയാൻഡറുകളും ഓക്സ്ബോ തടാകങ്ങളുമാണ്. 1ഉം 4ഉം മാത്രമാണ്. പ്രളയ സമതലം കീഴ്ഘട്ടമാണ്. ഡെൽറ്റയും കീഴ്ഘട്ടമാണ്. ആ ഒരു ഫിഗർ ഓർത്താൽ മതി. ഉപരിഘട്ടം, മധ്യഘട്ടം, കീഴ്ഘട്ടം അതിലുണ്ട്. 2, താഴെ തന്നിരിക്കുന്നതിൽ കാറ്റിന്റെ അപരദന പ്രവർത്തനം മൂലം ഉണ്ടാകുന്ന ഭൂരൂപം ഏതാണെന്ന് കണ്ടെത്തുക. കൂൺശിലകൾ A. 3, ചുവടെ തന്നിരിക്കുന്നതിൽ ഹിമാനികളുടെ പ്രവർത്തന ഫലമായി രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ബർക്കനുകളാണ്. ബർക്കനുകൾ കാറ്റിന്റെ പ്രവർത്തനത്താൽ രൂപം കൊള്ളുന്ന ഭൂരൂപമാണ്. 4, താഴെ പറയുന്നവയിൽ തിരമാലകളുടെ നിക്ഷേപണ ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപം ഏത്? ബീച്ചാണ്. ബീച്ചുകൾ. 5, ചുവടെ തന്നിരിക്കുന്നതിൽ നിക്ഷേപണ ഭൂരൂപം അല്ലാത്തത് ഏത്? നിക്ഷേപണ ഭൂരൂപം അല്ലാത്തത് കൂൺശിലയാ. നേരത്തെ ചോദ്യം ഓർത്തു കഴിഞ്ഞാൽ കിട്ടും. കൂൺശില അപരദന ഭൂരൂപ. 6, ശക്തമായ കാറ്റ് മരുഭൂമിയിലെ വരണ്ട മണൽമണ്ണിനെ ഇളക്കി മാറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് ഡിഫ്ലേഷൻ. C. 7, ഉചിതമായ പദം കണ്ടെത്തി ജോഡി പൂർത്തിയാക്കുക. ബൾബ് പ്രകാശഫലം വൈദ്യുത പ്രവാഹത്തിന്റെ പ്രകാശഫലമാണ്. സുരക്ഷാ ഫ്യൂസോ വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലമാണ്. താപഫലം. 8, ഗൃഹവൈദ്യുതീകരണ സർക്യൂട്ടിൽ ലഭ്യമാകുന്നത് 240 വോൾട്ട് ആണ്. അപ്പൊ V എന്ന് പറയുന്നത് 240 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. ഇലക്ട്രിക് ഇസ്തിരിപ്പെട്ടി പ്ലഗിൽ ബന്ധിപ്പിച്ചപ്പോൾ കറണ്ട് I എന്ന് പറയുന്നത് 2 ആംബിയർ ആണ്. അങ്ങനെയെങ്കിൽ റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. പ്രതിരോധം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? V/I. ഓംസ് ലോ അനുസരിച്ച് R = V/I, V = IR, I = V/R. ഈ 3 ഇക്വേഷനും ഓർക്കാം. അപ്പൊ R എന്ന് പറയുന്നത് V/I ആണ്. V എത്രയാ? 240. I എന്ന് പറയുന്നത് 2. അപ്പൊ 240/2 എന്ന് പറയുമ്പോൾ 120 ഓം ആണ് R. അടുത്ത ചോദ്യം 9. LED ബൾബിൽ ഡിഫ്യൂസർ കപ്പ് ഉപയോഗിക്കുന്നത് എന്തിന്? LED ബൾബിന്റെ ഭാഗങ്ങൾ നമ്മൾ ചാപ്റ്ററിൽ അവസാനത്തെ ഭാഗത്ത് പഠിച്ചില്ലേ? അപ്പൊ ഡിഫ്യൂസർ കപ്പ്, ഇങ്ങനത്തെ കപ്പ് എന്തിനാ? പ്രകാശം പുറത്തു വരുന്ന ഭാഗമാണ് ഡിഫ്യൂസർ കപ്പ്. അടുത്തത് 440 വാട്ട് പവർ എന്ന് പറയുന്നത് 440 വാട്ടാണ്. 440 വാട്ട് പവർ ഉള്ള ഒരു ഉപകരണം 230 വോൾട്ട് സപ്ലൈയിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ വോൾട്ടേജ് പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് 230 വോൾട്ട് ആണ്. അങ്ങനെയെങ്കിൽ ഈ സർക്യൂട്ടിൽ ഉപയോഗിക്കേണ്ട ഫ്യൂസിന്റെ ആംബിയറേജ് എന്ന് പറയുമ്പം വാട്ടേജ് ബൈ വോൾട്ടേജ് അല്ലേ? വാട്ടേജ് ബൈ വോൾട്ടേജ് ആണ്. വാട്ടേജ് എത്രയാണ് തന്നേക്കുന്നത്? 440 വാട്ട് എന്ന് തന്നേക്കുന്നത്. വോൾട്ടേജ് എത്രയാണ് തന്നേക്കുന്നത്? 230. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 440/230 ചെയ്യുമ്പോൾ 1.9 ആംബിയർ എന്ന് വരും. 1.9 ആംബിയർ. ആംബിയറേജ് 1.9 ആണ്. ഓപ്ഷനിൽ റൗണ്ടഡ് ഫിഗർ ആണ്. 1.9 റൗണ്ട് ചെയ്ത് 2 ആംബിയർ എന്ന് പറയാം. B ആണ് ഉത്തരം. 11. ചുവടെ തന്നിരിക്കുന്നത് സുന്ദരമായ എന്നർത്ഥം വരുന്ന പദം ഏത്? ചാരു ആണ്. B. 12. ചുവടെ പറയുന്നവയിൽ G. ശങ്കരപ്പിള്ളയുമായി ബന്ധമില്ലാത്തത് ഏത്? വേനലിൽ ഒരു പുഴ എന്ന കൃതിയുടെ രചയിതാവ് റോസ്മേരിയാണ്. 13. 2021 ലോറസ് പുരസ്കാരത്തിന് പുരുഷ വിഭാഗത്തിൽ അർഹനായത് റാഫേൽ നദാലാണ്. C. 14. പഴശ്ശിരാജയെ കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് B ആണ്. B. 15. ഇന്ത്യ ബേസ്ഡ് ന്യൂട്രിനോ ഒബ്സർവേറ്ററി INOയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്. അപ്പൊ ഇത്രയായിരുന്നു 15 ചോദ്യം. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് അത് എത്രയായാലും താഴെ കമന്റ് ചെയ്യുക.
ഏതെങ്കിലും പോർഷൻ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ പോർഷൻ വീണ്ടും എടുത്ത് പഠിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ തന്നെ ചെയ്തു പോവുക. അല്ലാതെ ഇതെനിക്ക് തെറ്റിയല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെട്ടിരിക്കാതെ ആ തെറ്റിനെ നമ്മൾ മറികടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.